ഹലോ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന നൂൽ പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ മാവ് കുഴക്കേണ്ട, അതുപോലെ റെസ്റ്റ് ചെയ്യേണ്ട, പരത്തേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ വളരെ സിമ്പിളായിട്ട് മാവ് കലക്കി ഒഴിച്ചിട്ടാണ് ഈ നൂൽ പൊറോട്ട തയ്യാറാക്കി എടുക്കുന്നത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു കപ്പ് മൈദയിലേക്കുള്ള അളവാണ് പറയുന്നത്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് മൈദയൊക്കെ എടുക്കുകയാണെങ്കിൽ 2 മുട്ട വരെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വെള്ളം ചേർക്കുമ്പോൾ ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം അതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി. ഇനിയിപ്പോൾ ഫുള്ളായിട്ട് വെള്ളം എടുക്കുന്നതിന് പകരമായിട്ട് പകുതി വെള്ളം പകുതി പാല് എന്ന കണക്കിൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഫുള്ളും വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിതിലേക്ക് ടോട്ടലായിട്ട് 1.25 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെയാണ്. അധികം ലൂസും അല്ല, എന്നാൽ അധികം കട്ടിയില്ല എന്നുള്ള ആ പരുവത്തിലാണ് നമുക്ക് ഈ മാവ് കിട്ടേണ്ടത്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നൂൽ പൊറോട്ടക്കുള്ള മാവ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്ത് കവറും എടുക്കാം. പപ്പടത്തിൻ്റെ കവറ്, വെളിച്ചെണ്ണയുടെ കവറ്, അതുപോലെ ഓയിലിൻ്റെ കവറൊക്കെ വീട്ടിലുണ്ടാകും. അപ്പോൾ അതിലേതെങ്കിലും ഒരു കവറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായ പാനിലേക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കൊരു നൂൽ പരുവത്തിൽ ഇത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതൊന്ന് ഒരു ഫസ്റ്റ് പൊറോട്ടക്കുള്ള മാവ് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. 2 വശവും നന്നായിട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം. കാരണം ഇത് നന്നായിട്ട് മൊരിച്ചെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഇത് ചൂടോട് കൂട്ടിയിട്ട് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചൂടാറി കഴിയുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നുന്നില്ല. നമുക്കിഷ്ടമുള്ള എന്ത് കറിയുടെ കൂടെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറായിട്ടൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് നൂൽ പൊറോട്ട തയ്യാറാക്കിയെടുക്കാം. സാധാരണയൊക്കെ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ അത്ര സമയമൊന്നും വേണ്ട. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ രാവിലെ എണീക്കാൻ മടിയുള്ളവർക്കും അതുപോലെ ടൈമില്ലാത്തവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ളതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്